ഇങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്ന സിനിമയാണ്. ഇത് ത്രില്ലർ ജോണറിൽ വരുന്നൊരു മൂവിയാണ്. സ്ലോ ബോൺ ത്രില്ലർ അല്ലേ? താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് ഫിലിം ഹാപ്പൻ. അതെന്തായാലും പറയണം, ഈ വേദി വെച്ച് തന്നെ പറയണം. താങ്ക് യു സോ അല്ല, മച്ച്. അത് അഭിലാഷിനും നറേഷനും പരിപാടികളൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമ കാണുന്ന ഫീല് നമുക്ക് കിട്ടും. അത് ടൈറ്റിലാണ് മെസ്സേജ്. ഡോസ് ജീവിതത്തിൽ നമ്മൾ അതാണ് ജീവിതത്തിൽ അളവെന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നാളെ ഈ സിനിമ പറയും. ഇത് ഹിറ്റടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശ് കൂടുതൽ എനിക്ക് കിട്ടുമല്ലോ. എവിടെ ഷാൻഡജൻ? ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സിരിചേട്ടൻ അങ്ങനെ തന്നെ ആയിട്ട് നിന്നാ മതി. അങ്ങനെ ഓരോ വെള്ളിയാഴ്ച കൂടുന്തോറും ഓഡിയൻസിന്റെ ഇതും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മോശമാവില്ല സിനിമ പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ചിന്തിക്കുമല്ലോ, ഈ ബാർബർ ഷോപ്പിൽ പോയിരിക്കുമ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇവന് കത്തി വെക്കുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഒരു ഭയം വരും. ഇപ്പോഴും വരാറുണ്ട് ആ ഭയം എന്ന് പറയുന്ന പോലെ. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്, സെക്യൂരിറ്റി മുതൽ നേഴ്സുമാരുണ്ട്, പല പല ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കോർപ്പറേറ്റിന് തോന്നുവാണ് തെറ്റായിട്ടൊരു സാധനം ജനങ്ങളിലേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത തോന്നി. ഇങ്ങനെ ലോകത്തിൽ നടന്നിട്ടുള്ള പല മെഡിക്കൽ ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് റിസർച്ച് ചെയ്തു. അങ്ങനെ അവിടെ നിന്നും പതുക്കെ പതുക്കെ കഥ രൂപപ്പെട്ട് അങ്ങനെയാണ് ഒരു ഫൈനൽ ഇതിലേക്ക്, അവിടെയാണ് തുടങ്ങിയത്. മലയാള സിനിമയ്ക്ക് നല്ലൊരു സംവിധായകൻ്റെ സിനിമകൾ വരാനായിട്ട് ഇനിയും വൈകും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് നിന്നതാണ്. ഒരു ഹാപ്പി മൂഡിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ത്രില്ലേഴ്സൊക്കെ എങ്ങനെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കറക്റ്റായിട്ട് ദൃശ്യം ഇന്നിറങ്ങി സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ദൃശ്യവും കൂടി ഇറങ്ങിയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ത്രില്ലറിനും ഒരു സ്പേസ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വലിയ ചിത്രങ്ങൾ സക്സസ് ആവുകയും നിറഞ്ഞോടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ചെറിയ ചിത്രം എന്ന് നമുക്ക് പറയാം. എന്നാലും കണ്ടന്റ് വൈസ് ഒരു എന്താ പറയുക, വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറാണ്. പറയുന്ന പോലെ ഒരു സ്ലോ പെയിൻ ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഒരിക്കലും ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയല്ല. ഇപ്പോൾ ദൃശ്യം 3 ഒക്കെ വിജയിച്ച് ശക്തമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ചിത്രം, അതൊരു മിസ്റ്ററി ജോണറിൽ പെടുന്ന പടം തന്നെയാണ് നമ്മുടെ സിനിമയും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിനിമ എല്ലാവരിലേക്കും എത്തുക, ഈ ചിത്രത്തെക്കുറിച്ച്. കാരണം ഒരു പുതുമുഖ സംവിധായകൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു സിനിമ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളൊക്കെ മറികടക്കണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും നാളെ തിയേറ്ററിൽ ഡോസ് സെക്കൻഡ് ഒപ്പീനിയൻ ചിത്രം കാണണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ പടത്തിൽ വിവേക് തരകൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഈ പടത്തിൽ നടക്കുന്ന കുറേ ഭയങ്കര ഡെഡ്ലി ക്രൈംസും ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ച് ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന ഒരു കഥയിൽ എൻ്റെ ഒരു അന്വേഷണമാണ്, എൻ്റെ ഒരു ട്രാക്കും. ഈ ഡോക്ടർ പ്രകാശ് എന്ന് പറയുന്ന സിജു ഇമ്രോയുടെ ക്യാരക്ടറും എൻ്റെയും ഒരുമിച്ച് നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത്, അയാൾ മെഡിക്കൽ സൈഡിൽ നിന്നും ഞാൻ നിയമത്തിൻ്റെ സൈഡിൽ ഒഫീഷ്യലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അരുന്ധതി എന്നാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ആദ്യം തന്നെ ഡയറക്ടറായ അഭിലാഷ് ചേട്ടനോട് താങ്ക് യു, എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഒത്തിരി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാ ക്യാരക്ടർക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ സിരിചേട്ടൻ്റെ ക്യാരക്ടറായാലും എല്ലാവരുടെ ക്യാരക്ടർക്കും അതിൻ്റേതായ ഒരു സ്പേസും എല്ലാവരും അടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് എടുത്തൊരു പ്രോസസ്സാണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചെയ്യാനുള്ളത് ചെയ്തു. അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തൊട്ട് അതിൻ്റെ റിസർച്ച് ചെയ്യുമ്പോൾ മുതൽ
ആ സമയത്തെല്ലാം കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ നമ്മൾ അതുകൊണ്ട് ഇനിയിപ്പം ബാക്കി ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, അതുകൊണ്ട് ബാക്കി ദൈവത്തിൻ്റെ കയ്യിലും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ കയ്യിലുമാണ്. ഇത് എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാം ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, കുറച്ച് നമ്മുടെ ഇഷ്ടവും കുറച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള രണ്ടും കൂടിയുള്ള ഒരു മിക്സ് ആയിരിക്കും നമ്മുടെ പടം. എൻ്റെ പേര് കൃഷയാണ്. ഇതെൻ്റെ മൂന്നാമത്തെ പടമാണ്. B32 മുതൽ 44 വരെ റോന്ത് കഴിഞ്ഞിട്ട് ഡോസിൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഇതിലെൻ്റെ ക്യാരക്ടറുടെ പേര് രാഗിത്തയാണ്. ഈ പടം അഭിലാഷേട്ടൻ പറഞ്ഞ മാതിരി ഒരു ക്രൈം ത്രില്ലർ, ഒരു മെഡിക്കൽ ത്രില്ലറാണ്. സോ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് തിയേറ്റേഴ്സ് നിയർ യു. മെയ് 22 റിലീസായിട്ട്. ഈ എസ്പെഷ്യലി ഗോപി സുന്ദർ സാറുടെ മ്യൂസിക് ഇപ്പം വരെ കിട്ടിയിരിക്കുന്ന സിംഗിളിന് കിട്ടിയിരിക്കുന്ന ലവും ട്രെയിലറിന് കിട്ടിയിരിക്കുന്ന ലവും അതങ്ങനെ തിയേറ്ററിലേക്ക് ട്രാൻസ്ലേറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ഓഫ് യുവർ സപ്പോർട്ട്. ലാലേട്ടൻ തന്നെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സിനിമ ചെയ്ത് കഴിഞ്ഞത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ ഈ സബ്ജക്റ്റിലൊക്കെ വന്നിട്ട് കുറേ ആയി. എനിക്ക് തോന്നുന്നു കുറേ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ തന്നെ ലാസ്റ്റ് ചെയ്തത് 1000 Babies എന്ന് പറയുന്നൊരു ഇതാണ്. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ത്രില്ലറാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള എല്ലാ എലിമെൻസും ഇതിലുണ്ട്. അത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നു. എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് തന്നെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. എനിക്ക് തന്നെ എൻ്റെ കേപ്പബിലിറ്റീസ് എത്രയുണ്ട് എന്ന് എനിക്കും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. ദൃശ്യം സിനിമയേക്കാൾ അതെനിക്ക് അറിയില്ലല്ലോ, എപ്പോഴും അറിയില്ല. ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല, അതൊക്കെ പ്രേക്ഷകരാണ് അത് തീരുമാനിക്കേണ്ടത്. ദൃശ്യം സിനിമ കാണാതെ ഞാൻ ദൃശ്യം സിനിമകളെക്കാളും നല്ല സിനിമ ഇതാണെന്നൊക്കെ പറയുന്നത് അപ്പം മേളിലിരുന്ന് തുമ്മാൻ വേണ്ടിയിട്ട് പന്തക്കുലി അല്ല, എനിക്ക് പറഞ്ഞല്ലോ, ഞാനും ഇങ്ങനെ സൂക്ഷിച്ച് സിനിമകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും ഇഷ്ടമല്ലാത്ത സിനിമകൾ ഞാൻ കോണ്ടന്റുകൾ ചെയ്യാറില്ല. സോങ് ഇപ്പൊ ഹിറ്റ് ആയപ്പോ ടിലുലു സോങ്ങിലുള്ള ചേച്ചിയല്ലേ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലും എനിക്കൊരു വിഷമമില്ല, അതൊരു നല്ല കാര്യമല്ലേ, പോസിറ്റീവ് അല്ല ഉണ്ടായത്. ഡോസ് മേക്സ് പോയിസൺ, അതായത് ഒന്നും വിഷമല്ല, എല്ലാ വിഷമായി മാറുന്നത് അളവാണ്. നമ്മൾ ഡോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം മലയാളത്തിൽ അളവ് എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ എന്തും അധികമായി കഴിഞ്ഞാൽ അത് വിഷമായി മാറും. ഇതാണ്, അതിൽ നിന്നാണ് ഡോസ് ഉണ്ടായത്. അളവെന്നും മലയാളത്തിൽ പേരിടാൻ പറ്റുന്ന ഒരു പഞ്ചില്ലാത്തത് ഡോസ്.